ഹലോ എവ്രിബഡി ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ CUET PG 2024 ലൈഫ് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലാസ്റ്റ് പാർട്ടാണ്. നമ്മൾ ഫൈനൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 66. In human karyotype, chromosomes are divided into how many groups? 3 groups, 5 groups, 7 groups, 9 groups. കാരിയോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്രോമോസോംസിന്റെ അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ടോ സൈസ് വെച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനാണ് കാരിയോടൈപ്പിംഗ് എന്ന് പറയാം. അപ്പൊ ഹ്യൂമൻ കാരിയോടൈപ്പിന്റെ കേസിൽ അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ക്രോമോസോംസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കേസിൽ എത്ര ഗ്രൂപ്പ്സ് ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുക, എത്ര ടൈപ്പ് ഓഫ് ക്രോമോസോം ആയിട്ടാണ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിന് മുന്നേ എക്സ് ക്രോമോസോം ഏത് ഗ്രൂപ്പിലാണ് വരിക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ മുതൽ ജി വരെയാണ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, ടൈപ്സ് ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്നുള്ളത്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്, ഡി, ഇ, എഫ് ആൻഡ് ജി. അപ്പൊ മൊത്തം എത്ര വന്നു? 7 ഗ്രൂപ്പ്സ് വന്നു. ഓക്കെ, അപ്പം ഹ്യൂമൻസിന്റെ കേസിൽ കാരിയോടൈപ്പിംഗ് നടക്കുമ്പോൾ എത്ര ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് എന്തിന്റെ ബേസിസിലാണ് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് അതിന്റെ സൈസ്. ഏറ്റവും വലിയ ക്രോമോസോംസ് ആയിരിക്കും എ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവുക, ഏറ്റവും ചെറുതായിരിക്കും ലാസ്റ്റത്തെ ഗ്രൂപ്പ് ആയിട്ടുള്ള ജി ഗ്രൂപ്പിൽ ഉണ്ടാവുക. പിന്നെ ഉള്ളത് എന്താ? സെൻട്രോമിയറിന്റെ പൊസിഷൻ. സെൻട്രോമിയർ എന്ന് പറയുന്നത് ഒരു പ്രൈമറി കൺസ്ട്രക്ഷനാണ്. പി ആമും ക്യൂ ആമും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ് എന്ത്? സെൻട്രോമിയർ എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രോമിയറിന്റെ പൊസിഷൻ ക്രോമോസോമിൽ എവിടെയാണ് വരുന്നത് എന്നതിന്റെ ബേസിസിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്രൂപ്പിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ സൈസിനെ നോക്കും, അതുപോലെ തന്നെ സെൻട്രോമിയറിന്റെ പൊസിഷനെ നോക്കും. അങ്ങനെ നോക്കിയിട്ടുള്ള 7 ഗ്രൂപ്പുകളാണ് എന്ത്? ഹ്യൂമൻ ക്രോമോസോംസിനുള്ളത്. ക്വസ്റ്റ്യൻ: The portion of transmembrane proteins that cross the lipid bilayer are usually alpha helices, beta sheet, turns, loops. ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത് പ്ലാസ്മ മെമ്പറൈന്റെ സ്ട്രക്ചർ ആണ്. പ്ലാസ്മ മെമ്പറൈനിൽ എന്തുണ്ട്? ലിപ്പിഡ്സും പ്രോട്ടീൻസും ഉണ്ട്. ഈ ഇതിൽ ഉള്ള പ്രോട്ടീൻസ് രണ്ട് രീതിക്ക് ഉണ്ടാവും. ഒന്നെങ്കിൽ പെരിഫറൽ ആയിട്ട്, ഒന്നെങ്കിൽ മെമ്പറൈന്റെ മോൾ ഭാഗത്ത് അല്ലെങ്കിൽ മെമ്പറൈന്റെ താഴ്ഭാഗത്ത് പെരിഫറി ആയിട്ട് ഉണ്ടാവുന്നതാണ് പെരിഫറൽ പ്രോട്ടീൻസ് പറയുന്നത്. അല്ലെങ്കിൽ ഉണ്ടാവുക ഈ പറഞ്ഞ ലിപ്പിഡ് ബൈലെയറിന്റെ ഇടയിലൂടെ ഇന്റഗ്രൽ ആയിട്ട് നിൽക്കുന്ന ഇന്റഗ്രൽ പ്രോട്ടീൻസ് ആണ് പിന്നെ ഉള്ളത്. ഓക്കെ, അപ്പം ഇന്റഗ്രൽ പ്രോട്ടീൻസ് ആണ് എന്ത്? ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീൻ. മെമ്പറൈനെ ക്രോസ് ചെയ്യുന്നതാണ് എന്ത്? ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീൻസ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീൻസിന്റെ ആ ഒരു ലിപ്പിഡ് ബൈലെയറിനെ ക്രോസ് ചെയ്യുന്ന പോർഷനിലെ ആ പോർഷന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നാണ്. എന്ത് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആയിരിക്കും അത് സ്ട്രക്ചറിൽ? അപ്പം എപ്പോ നോക്കിയാലും ഇങ്ങനത്തെ ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീൻസിന്റെ പോർഷൻ വരിക, മെമ്പറൈന്റെ ഇടയിലുള്ള പോർഷൻ വരിക ഐദർ ആൽഫ ഹെലിക്സ് അല്ലെങ്കിൽ ബീറ്റ ബാരൽ ആയിട്ടായിരിക്കും. ഓക്കെ, ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത് സാധാ ഹെലിക്കൽ സ്ട്രക്ചർ, ഇങ്ങനെ ലൂപ്സ് ഫോം ചെയ്തിട്ട് താഴെ വരെ മെമ്പറൈന് ക്രോസ് ചെയ്യുന്നത് വരെ എന്തായിരിക്കും? ആ ഒരു ഹെലിക്സ് ഉണ്ടാവും. ഓക്കെ, ബീറ്റ ബാരൽ എന്ന് പറയുന്നത് ഒരുപാട് ബീറ്റ ഷീറ്റ്സ് അല്ലെങ്കിൽ ബീറ്റ പ്ലേറ്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ബീറ്റ ബാരൽ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല, ബീറ്റ ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? ആൽഫ ഹെലിക്സ് ആണ്. ഇനി പിന്നെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടേൺസും ലൂപ്സും. ടേൺസും ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്രോട്ടീനിന്റെ സ്ട്രക്ചറിനെ പറയുമ്പോൾ ആൽഫ ഹെലിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാലും അതിന് ഒരു സിംഗിൾ ആൽഫ ഹെലിക് സ്ട്രക്ചർ ആവണമെന്നില്ല. ഓക്കെ, അപ്പം ആ ഒരു പ്രോട്ടീനിന് ഒരു 5 ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ട്രാൻസ് മെമ്പറൈൻ ആയിട്ട് പറയുമ്പോൾ എങ്ങനെയാ പറയാ? ഒരു ആൽഫ ഹെലിക്സ് വരും, അതേ ആൽഫ ഹെലിക്സ് അടുത്തതായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പിന്നെയും മെമ്പറൈൻ ക്രോസ് ചെയ്യാണോ ചെയ്യുക? അല്ല. അപ്പൊ എങ്ങനെയാ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ബൈലെയർ നമ്മൾ പറഞ്ഞു. ഈ ബൈലെയറിൽ ആദ്യം ഒരു ആൽഫ ഹെലിക്സ് വരും. ഓക്കെ, ആദ്യം ഒരു ആൽഫ ഹെലിക്സ് വന്നിട്ട് അതിന്റെ ഒരറ്റം പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ടേൺ ഉണ്ടാവും. അവിടെ ഒരു ടേൺ അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഉണ്ടാവും അടുത്ത സൈഡിലേക്ക്. എന്നിട്ട് അവിടെ എന്ത് നടക്കും? വീണ്ടും ഒരു ഹെലിക്സ് വരും. പിന്നെ പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു എന്ത് വരും? ടേൺ വരും. ക്ലിയർ ആയോ? അപ്പം എവറി ടൈം ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ ലിപ്പിഡ് ബൈലെയർ ദർ ഇസ് എ ടേൺ ഓർ ദർ ഇസ് എ ലൂപ്പ്. ഇപ്പൊ നമ്മൾ ടേണിനെയും ലൂപ്പിനെയും ഒന്നും എന്തായിട്ട് പറയില്ല? ട്രാൻസ് മെമ്പറൈൻ പ്രോട്ടീന്റെ മെമ്പറൈനിലുള്ള പോർഷൻ ആയിട്ട് പറയില്ല. എപ്പോഴും അത് എന്തായിരിക്കും? മെമ്പറൈന്റെ പുറത്തുള്ള പോർഷൻസ് ആയിരിക്കും. മെമ്പറൈന്റെ ഉള്ളിൽ ഒരിക്കലും ടേൺസ് ആയിട്ടോ ലൂപ്സ് ആയിട്ടോ ഉണ്ടാവില്ല. എപ്പോഴും അത് ആൽഫ ഹെലിക്സ് ആയിട്ടോ ബീറ്റ ബാരൽസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 1 ആൽഫ ഹെലിസസ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ലീവ്സ് യൂസ്ഡ് ഫോർ റാപ്പിംഗ് ടൊബാക്കോ ഇൻ എ TDR. ടീ ലീവ്സ്, ടെൻഡു ലീവ്സ്, കറി ലീവ്സ്, ബേസിൽ ലീവ്സ്. ടൊബാക്കോ എന്ന് പറയുന്നത്, വീഡി എന്ന് പറയുന്നത് എന്താണെന്നറിയാം? വീഡിനെ അതിലുള്ള ടൊബാക്കോനെ ചുറ്റി വെക്കുന്നത് ഒരു ലീഫിലാണ്. അത് ഏത് ലീഫാന്നാണ് ചോദ്യം. ടീ ലീവ്സ് അല്ല, ടെൻഡു ലീവ്സ് ആണ് ഇതിനെ റാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലീഫ്. അതിന് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ചിലയിടത്തൊക്കെ അതിനെ കരിയില എന്ന് പറയലുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ എല്ലായിടത്തും അങ്ങനെയാണോ പറയാന്ന് അറിയില്ല. എന്തായാലും ടെൻഡു ലീവ്സ് ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: അമിനോ ആസിഡ് ദാറ്റ് സെർവ്സ് ആസ് എ പ്രിക്കഴ്സർ ഫോർ ഫോർമേഷൻ ഓഫ്
pigment responsible for human skin color is tryptophan, cholesterol, tyrosine, indoleamine. ഹ്യൂമൻസിന്റെ സ്കിൻ കളറിന് ആവശ്യമുള്ള പിഗ്മെന്റ് ഏതായിരുന്നു? മെലാനിൻ ആണ് അല്ലെ. ഇപ്പൊ മെലാനിൻ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. മെലാനിൻ ഫോർമേഷൻ ആവശ്യമുള്ളത് തൈറോസിൻ ആണ്. ഓക്കെ, ആൻസർ 69(3). അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഗിവൺ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ നൈട്രജൻ സൈക്കിൾ. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിന്റെ സീക്വൻസ് നോക്കാം. ഓക്കെ, ammonia formation. A, ammonia formation. B, organic nitrogen formation. C, soil organic nitrogen formation. D, nitrate formation. ഓക്കെ, അപ്പൊ നമ്മൾ ജനറലി ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാതെ നിങ്ങൾ നൈട്രജൻ സൈക്കിളിന്റെ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയാ നോക്ക്. ഫസ്റ്റ് ഉണ്ടാവുന്നത് എന്താണ്? നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷൻ വഴി അമോണിയ ഫോം ചെയ്യും. അമോണിയയിൽ നിന്ന് എന്ത് നടക്കും? നൈട്രിഫിക്കേഷൻ നടക്കും. അമോണിയനെ നൈട്രൈറ്റ് ആയിട്ടും നൈട്രേറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നതാണ് നൈട്രിഫിക്കേഷൻ. ഈ നൈട്രൈറ്റ്സിനെ എന്ത് യൂസ് ചെയ്യും? പ്ലാന്റ്സ് യൂസ് ചെയ്യും. അതിനാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനി യൂസ് ചെയ്യാതെ ബാക്കി വരുന്ന നൈട്രൈറ്റ്സ് ഒക്കെ എന്തായിട്ട് മാറും? ഡീനൈട്രിഫിക്കേഷൻ സംഭവിച്ച് എങ്ങോട്ട് തിരിച്ചു പോകും? അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു പോകും. ഓക്കെ, ഇനി അമോണിയ ഫോം ചെയ്യുന്ന വേറൊരു പ്രോസസ് എന്ന് പറയുന്നത് ഓർഗാനിസംസിന്റെ ഡെഡ് ആൻഡ് ഡീക്കേയിങ് വെച്ചിട്ടാണ്, അല്ലെ, ഡീകമ്പോസിഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നോർമലി നമ്മൾ നൈട്രജൻ സൈക്കിളിൽ പറയുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അത് വെച്ച് നിങ്ങൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആകും. കാരണം ഓരോന്നിന്റെ അർത്ഥത്തിലും നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റെഡി ആവാത്ത പോലെ തോന്നും. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഇതിന്റെ മീനിങ് നോക്കാം. അമോണിയ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണ്. രണ്ടാമത്തത് ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ. ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോഡിന്റെ അകത്ത് നൈട്രജൻ ഫോം ആവുക. ഓക്കെ, ബോഡിന്റെ അകത്ത് നൈട്രജൻ ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ കോമ്പൗണ്ട്സിന്റെ ഫോം ചെയ്യുക, വിച്ച് മീൻസ് ദാറ്റ് ഇസ് യൂട്ടിലൈസിങ് ഓഫ് നൈട്രജൻ, അല്ലെ. നൈട്രജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ഉപയോഗിച്ച് ആവശ്യമുള്ളതിനെ ഫോം ചെയ്യാം, അല്ലെ. അപ്പൊ അതിനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമിലേഷൻ ആണ് അവിടെ. നൈട്രജൻ ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? നൈട്രജൻ അസിമിലേഷൻ ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് സോയിൽ ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ. സോയിൽ ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജന്റെ കോമ്പൗണ്ട് ആയിട്ട് സോയിലിൽ ഫോം ചെയ്യാം. സോയിലിൽ ഫോം ചെയ്യാന്ന് പറയുമ്പോൾ യൂഷ്വലി എങ്ങനെയാ സോയിൽ ഉണ്ടാവുക? നൈട്രേറ്റ് ആയിട്ടായിരിക്കില്ല സോയിൽ ഉണ്ടാവുക. എന്തായിട്ടുണ്ടാവുക? അമോണിയ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം സോയിൽ ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയുള്ള അമോണിയ ഫോർമേഷൻ അല്ല, ഓർഗാനിക് ആയിട്ടുള്ള ഫോർമേഷൻ, വിച്ച് മീൻസ് അവിടെ ഡീകമ്പോസിഷൻ ആണ് വരുന്നത്. മനസ്സിലായോ? ഓർഗാനിസംസ് ഡെഡും ഡീക്കെ ആയിട്ട് വരുമ്പോൾ ഉള്ള നൈട്രജന്റെ മോളിക്യൂൾസ് ഫോം ചെയ്യുക അല്ലെങ്കിൽ നൈട്രജന്റെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യലാണ് അവിടെ എന്ത്? സോയിൽ ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് നൈട്രേറ്റ് ഫോർമേഷൻ. ഓക്കെ, ഇനി ഇപ്പൊ ഇതിൽ നിങ്ങൾ നൈട്രജൻ സൈക്കിൾ എന്ന് ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ നിങ്ങളുടെ തലയിൽ ആദ്യം വരെ എന്താ? നൈട്രജൻ ഒന്ന് നൈട്രജനെ കൺവേർട്ട് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം, തിരിച്ച് നൈട്രജനെ വിടണം, അല്ലെ. നൈട്രജനെ കൺവേർട്ട് ചെയ്യുന്നതിനെ പറ്റിയോ നൈട്രജനെ റിലീസ് ചെയ്യുന്നതിനെ പറ്റിയോ ഈ പറഞ്ഞ സ്റ്റെപ്സിൽ ഒന്നും തന്നിട്ടില്ല. എവറിത്തിങ് ഗിവൺ ഹിയർ ഹാപ്പൻസ് വിത്തിൻ ദ സോയിൽ. ഓക്കെ, നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതോ നൈട്രജനെ റിലീസ് ചെയ്യുന്നതോ പറഞ്ഞിട്ടുള്ള സോയിലിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കൺവേർഷനുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ഓർഡർ ആയിട്ട് പറയുമ്പോൾ എന്താ ഉണ്ടാവുക അറിയോ? എത്ര പ്ലേസ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾ ആദ്യം കാണാൻ എന്താ? അമോണിയം ഫോർമേഷൻ. അമോണിയ ഫോം ചെയ്തിട്ടാണ് പിന്നെ എന്ത് ഫോം ചെയ്യേണ്ടത്? നൈട്രൈറ്റ്സ് ഫോം ചെയ്യേണ്ടത്. നൈട്രൈറ്റ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡീനൈട്രിഫിക്കേഷൻ നടക്കണം. പക്ഷെ അമോണിയ ഫോം ചെയ്ത് നൈട്രൈറ്റ് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കഴിഞ്ഞ് നേരെ ഡിയിലേക്ക് പോകണം. അങ്ങനെ ഒരു ഓപ്ഷനെ അവിടെ കൊടുത്തിട്ടില്ല. ഉണ്ടോ? ഫസ്റ്റത്തെ അമോണിയ ഫോർമേഷൻ എന്ന് പറഞ്ഞ് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റത്തെ അമോണിയ ഫോർമേഷൻ പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ എ ആണ് ഫസ്റ്റത്തെ അമോണിയ ഫോർമേഷൻ. അതിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ? 1ഉം 2ഉം. അതിൽ രണ്ടിലും രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ഓർഗാനിക് നൈട്രജൻ ഫോർമേഷനാണ്. ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അസിമിലേഷനാ. അമോണിയനെ ഡയറക്റ്റ് ആയിട്ട് അസിമിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അസിമിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം 1ഉം 2ഉം നമ്മൾ പെട്ടെന്ന് അമോണിയ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കുത്താൻ പോയാലും ബി വെച്ചിട്ട് അത് ശരിയല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദർ ഇസ് സംതിങ് റോങ് വിത്ത് ഹൗ വി ആർ വ്യൂയിങ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അവിടെ അതല്ല ചോദ്യം വരുന്നത്. അവിടെ ഇപ്പൊ ഇവിടെ സീക്വൻസ് ആയിട്ട് നൈട്രജൻ സൈക്കിളിന്റെ സീക്വൻസ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാ പാത്വേന്റെയും ഹോൾ കൺസിഡർ ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ പാത്വേ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പൊ എവിടെ മുതലാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഓർഗാനിസം എന്ത് ചെയ്യുന്നു? നൈട്രജനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ആ നൈട്രജനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഓർഗാനിസം പിന്നെ ഫൈനലി എന്താവും? ഡെഡും ഡീക്കേ ആകുന്നു. അപ്പൊ എന്ത് ഫോം ആവും?
ആ ഡെഡ് ആൻഡ് ഡീക്കേയിൽ എന്ത് ഫോം ആവും? അമോണിയ ഫോം ആവും. ആ ഫോം ചെയ്തിരിക്കുന്ന അമോണിയ പിന്നീട് എന്തായിട്ട് കൺവേർട്ട് ആവും? നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. ഇല്ലേ? നമ്മൾ മൊത്തം നൈട്രോജൻ സൈക്കിൾ പറയുമ്പോഴും സബ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസംസ് അല്ലെ, അസിമിലേറ്റ് ചെയ്തിട്ട് അവർ ഡെഡ് ആവുമ്പോഴുള്ള തിരിച്ച് അമോണിയ വരുന്ന കാര്യവും അതിനെ പിന്നെ നൈട്രേറ്റ് ആയിട്ട് പോകുന്നു അല്ലെ. ഹോൾ നൈട്രോജൻ സൈക്കിൾ അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യാനേ പാടില്ല. അവിടെ ഉള്ള ആ ഒരു സബ് സൈക്കിൾ മാത്രമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓർഡർ എങ്ങനെയാ വരിക? ഫസ്റ്റ് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു? ബി, ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ. അപ്പം ബി ആണ് ഫസ്റ്റത്തെ വരിക. രണ്ടാമത്തത് അസിമിലേഷൻ കഴിഞ്ഞിട്ട് ആ ഓർഗാനിസം പിന്നെ എന്താവും? ഡെഡ് ആൻഡ് ഡീക്കിയോ. അതിനെന്താണ്? സോയിൽ ആയിട്ടുള്ള ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ. അതാണ് നമ്മൾ ഡീകോമ്പോസിഷൻ പറഞ്ഞത്. എന്തായിരുന്നു? സി അല്ലെ. അപ്പൊ ബി സി റെഡി ആയോ? ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ ഫോം ചെയ്തു. അതായത് സോയിലിൽ ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ നടന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? അത് അമോണിയ ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. ഡീകമ്പോസിഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അമോണിയ കിട്ടാറുണ്ട്. അപ്പം പിന്നത്തെ സ്റ്റെപ്പ് വരുന്നത് എ. അമോണിയയിൽ നിന്ന് പിന്നെ എന്ത് ഫോം ചെയ്യും? നൈട്രേറ്റ് ഫോം ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 4, ബി സി എ ഡി. ഓക്കെ. സംഭവിക്കുക പൊതുവെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് അമോണിയ ഫോർമേഷൻ ആണല്ലോ എന്ന് കരുതി 1ലും 2ലും നമ്മളിങ്ങനെ പറഞ്ഞു നിൽക്കും, അതായിരിക്കും ആൻസർ എന്ന് വിചാരിച്ചിട്ട്. അപ്പം പിന്നെ നമ്മൾ ഡൗട്ട് ആവുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഗസ് അടിച്ച് വിട്ട് അത് പിന്നെ നെഗറ്റീവ് അടിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനെ നമ്മൾ വ്യൂ ചെയ്യേണ്ട രീതിക്ക് ചെറിയൊരു മാറ്റമുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? രണ്ടാമത് ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻസും വായിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 71. In the technique called centrifugation, the centrifugal field G is calculated as. സെൻട്രിഫിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യാറ്? സെൻട്രിഫിഗേഷൻ യൂഷ്വലി ലാബ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് അതിലുള്ള വെയിറ്റ് വെച്ചിട്ട് ഹൈലി വെയിറ്റ് അല്ല ഡെൻസിറ്റി വെച്ചിട്ട് ഡെൻസ് ആയിട്ടുള്ള സാധനങ്ങളിനെ താഴേക്കും കുറച്ചും കൂടെ ഇതായിട്ടും ഡെൻസിറ്റി കുറവുള്ളതിനെ മേലേക്കും ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കും അല്ലെ. സൂപ്പർ നേറ്റന്റ് ആയിട്ടും പെല്ലറ്റ് ആയിട്ടും നമുക്ക് കിട്ടും സെൻട്രിഫിഗേഷൻ കഴിഞ്ഞാൽ. അപ്പൊ ഇതിൽ സെൻട്രിഫ്യൂഗൽ ഫീൽഡ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയനാണ്, ആ എത്രത്തോളം സ്പേസ് ആണ്. അപ്പൊ അത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പൊ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. ആംഗുലർ വെലോസിറ്റിയും റേഡിയസ് എന്ന് പറയുന്നത് അതിന്റെ റീജിയൻ ആണ്, അതിന്റെ ഏരിയ വരുന്നതാണ് റേഡിയസ് വെച്ചിട്ട് നമ്മൾ പറയാം. അപ്പം ആംഗുലർ വെലോസിറ്റിന്റെ സ്ക്വയറിനെ നമ്മൾ റേഡിയസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? സെൻട്രിഫിക്കൽ ഫീൽഡ് കിട്ടുക. ആംഗുലർ വെലോസിറ്റി ആണ് ഇവിടെ ആ ഒരു ഡബ്ല്യു പോലത്തെ സൈൻ ഇല്ലേ, സിമ്പിൾ ഇല്ലേ, അതാണ് ഒമേഗ. ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ജിന്റെ വാല്യൂ വിൽ ഓൾവേസ് ബി ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി സ്ക്വയർ ഇൻറ്റു റേഡിയസ്. അടുത്തത് ക്വസ്റ്റ്യൻ 72. Calcitonin is produced by follicular cells of the thyroid gland, parafollicular cells of the thyroid gland, parathyroid gland, follicular cells of the ovary. Calcitonin റിലീസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഓക്കെ. അത് പൊതുവേ അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് പിന്നെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് അറിയുന്നവർക്ക് പിന്നെ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഏത് ടൈപ്പ് ഓഫ് സെല്ലാന്നുള്ളതാണ്. തൈറോയിഡ് ഗ്ലാൻഡിൽ കാൽസിറ്റോണിൻ റിലീസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ഫോസ്ഫറസ് ബാലൻസ് വരുത്താനാണ്. അതിന്റെ റിലീസ് എത്ര വേണം, അബ്സോർപ്ഷൻ എത്ര വേണം, അതിന്റെയൊക്കെ മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യലാണ് കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിലെ പാരാഫോളിക്കുലർ സെൽസ് ആണ് എന്ത് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? എപ്പോഴും തൈറോയിഡ് ഗ്ലാൻഡുമായിട്ടാണ് നമ്മൾ എന്തിനാ പറയാം? കാൽസിറ്റോണിൻ പറയാം. തൈറോയിഡ് ഗ്ലാൻഡിൽ തന്നെ പാരാഫോളിക്കുലർ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? സെക്രീറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the peptidyl transferase enzyme activity is located in the variable loop of tRNA, large ribosomal subunit, acceptor arm of tRNA, small ribosomal subunit. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞിട്ടൊരു എൻസൈമിന്റെ ആക്ടിവിറ്റി എവിടെയാണ് നടക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ. ആ ആക്ടിവിറ്റി എവിടെ നടക്കുന്നതെന്ന് നോക്കുന്നതിന് മുന്നേ ആ എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ഫോർമേഷന് അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് പെപ്റ്റൈഡ് ചെയിന് ഫോം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ഈ എൻസൈം ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ. അത് എവിടെയാണ് നടക്കുക? അപ്പം ട്രാൻസ്ലേഷന്റെ സമയത്താണ്. ഓക്കെ. അപ്പം അമിനോ ആസിഡ് ചെയിന് ഫോം ചെയ്യുമ്പം ഈ അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ എൻസൈം എവിടെയായിരിക്കണം ഉണ്ടാവുക? എവിടെയാണ് ട്രാൻസ്ലേഷൻ നടക്കുക? റൈബോസോമിന്റെ അകത്താണ് ട്രാൻസ്ലേഷൻ നടക്കുക. റൈബോസോമിൽ തന്നെ സ്മോൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റും ഉണ്ട്. സ്മോൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റും തമ്മിൽ ഡിഫറൻസ് വരുന്നത് എന്താ? സ്മോൾ സബ് യൂണിറ്റ് ഇങ്ങനെ ലൊക്കേഷൻ ഇങ്ങനെ റീഡ് ചെയ്യും അല്ലെ, mRNA ഏത് പൊസിഷനിലാണ് ബൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിക്ക് റീഡ് ചെയ്യും. എന്നിട്ട് അവിടെ വന്നിട്ട് ലാർജ് സബ് യൂണിറ്റ് ബൈൻഡ് ചെയ്യും. എന്നിട്ട് tRNA വന്നിട്ട് എന്ത് ഫോം ചെയ്യും? അമിനോ ആസിഡും കൊണ്ടുവരിക ചെയ്യാം അല്ലെ.
അല്ലേ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അപ്പം tRNAന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അമിനോ ആസിഡിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രം. ഓക്കെ. tRNAന്ന് വരുന്ന അമിനോ ആസിഡ്സിനെ കണക്ട് ചെയ്യലും ട്രാൻസ്ഫർ ചെയ്യലും ആരാണ്? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ. അപ്പൊ അത് എവിടെയാണ് ഉണ്ടാവേണ്ടത്? റൈബോസോമിന്റെ ലാർജ് സബ് യൂണിറ്റിലാണ്. ക്ലിയർ ആണോ? ആ ഒരു ഇമേജ് മനസ്സിലുണ്ടാവണം കേട്ടോ. ട്രാൻസ്ലേഷൻ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഒരു mRNA, താഴെ ഒരു ചെറിയ സബ് യൂണിറ്റ്, മേലെ ഒരു വലിയ സബ് യൂണിറ്റ്, നടുക്ക് tRNA, ഇവിടെ ഒരു tRNA, ഇവിടെ ഒരു tRNA. എന്നിട്ട് എന്ത് ചെയ്യും? അത് പി സൈഡിൽ നിന്ന് എ സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറി കളിക്കും അല്ലെ? അങ്ങനെ ഓരോ പൊസിഷനിലേക്ക് മാറ്റം വരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? അമിനോ ആസിഡ് ചെയിൻ ഫോം ചെയ്യുന്നത് അല്ലെ? ആ അമിനോ ആസിഡ് ചെയിൻ ഫോം ചെയ്യാനുള്ള ആവശ്യമുള്ള എൻസൈമാണ് എന്ത്? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. ആ പെപ്റ്റൈഡ് ഗ്രൂപ്പിനെ മൂവ് ചെയ്ത് ചെയിൻ ആയിട്ട് ഫോം ചെയ്യിക്കുന്നത് ആരാണ്? ഈ എൻസൈമാണ്. ഓക്കെ. അപ്പൊ അത് എവിടെയാണ് നടക്കുന്നത്? ലാർജ് സബ് യൂണിറ്റിൽ. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, ആന്റിബോഡി ഫോംഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഫെക്ഷൻ ഇസ്. ഇൻഫെക്ഷന്റെ സമയത്ത് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷന്റെ സമയവും അലർജിയും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അലർജിന്റെ സമയത്ത് ഉണ്ടാവുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആണ് അല്ലെ? IgE ആണ് പൊതുവെ അലർജിക് റിയാക്ഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഇൻഫെക്ഷന്റെ സമയത്ത് വരുന്നത് IgM ആണ്. IgM എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുള്ളി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിഗ്നൽ അയക്കാൻ വേണ്ടിയിട്ടാണ് IgM വരിക. IgM പൊതുവെ ഒരു പെന്റാമർ ആയിട്ടാണ് ഉണ്ടാവുക. പെന്റാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 IgM എപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പം ആന്റിബോഡി ഇൻഫെക്ഷന്റെ സമയത്ത് ഫോം ചെയ്യുന്ന ആന്റിബോഡി ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്നത്, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ആരാണ്? IgM ആണ്. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെസൽസ് ആർ പ്രസന്റ് ഇൻ. വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസൽ സെൽസ് അല്ലെ? വെസൽ ടൈപ്സ് ഓഫ് എന്താണ്? എലമെന്റ്സ് ആണ് പ്ലാന്റ്സിലുള്ള. ഓക്കെ. ആൻജിയോസ്പേംസിലും ജിംനോസ്പേംസിലൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത്. ജിംനോസ്പേംസിൽ പൊതുവേ ഉണ്ടാവാറില്ല. ആൻജിയോസ്പേംസിലാണ് വെസൽസ് ഉണ്ടാവാറ്. ജിംനോസ്പേംസിന്റെ ചില ഗ്രൂപ്പ്സിൽ എന്തുണ്ടാവും? വെസൽസ് ഉണ്ടാവും. ഓക്കെ. ഏതൊക്കെ ഗ്രൂപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ എഫെഡ്ര എന്ന് പറഞ്ഞ ഗ്രൂപ്പും നീറ്റം ഗ്രൂപ്പും അതേപോലെ വെൽവിറ്റ്സ്റ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പും. ഈ 3 ഗ്രൂപ്പിലാണ് എന്തുണ്ടാവുക? വെസൽസ് ഉണ്ടാവുക ജിംനോസ്പേംസിൽ. ബാക്കി ജിംനോസ്പേംസിലൊന്നും വെസൽസ് ഉണ്ടാവില്ല. ബാക്കിയെല്ലാം ആൻജിയോസ്പേംസിലാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ വെസൽസ് ആർ പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ബാക്കി ഓപ്ഷൻസിൽ സൈക്കസ്, ജാമിയ, ജിങ്കോ ഇതിൽ 3ലുമില്ല. നീറ്റം സ്പീഷീസിലാണ് എന്തുള്ളത്? വെസൽസ് ഉള്ളത്. ഓക്കെ. അപ്പൊ കറക്റ്റ് ആൻസർ 75, ഓപ്ഷൻ 4. അപ്പൊ നമ്മളിവിടെ കഴിഞ്ഞു CUET PG ലൈഫ് സയൻസ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോ ബാക്കി ടോപ്പിക്സ് കവർ ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.